കേരളത്തിലെ നെൽകർഷകരോട് കേന്ദ്രത്തിന്റെ കൊടും ക്രൂരത. കർഷകർക്ക് കേരളം നൽകി വരുന്ന പ്രോത്സാഹന ബോണസായ 6 രൂപ 31 പൈസ നൽകരുതെന്നാണ് കേന്ദ്ര ആവശ്യം. ബോണസ് നൽകുന്നത് മൂലം നെല്ലിന്റെയും ഗോതമ്പിന്റെയും ഉൽപാദനം വർദ്ധിക്കുന്നു എന്നതടക്കമുള്ള വിചിത്രവാദങ്ങളാണ് കേന്ദ്ര സർക്കാർ ഇതിനായി മുന്നോട്ട് വച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ വാദങ്ങൾ വിചിത്രമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു. ബോണസ് നൽകുന്നത് തുടരുമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് പറഞ്ഞു. എല്ലാ കാലത്തും പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് നെൽ കർഷകർ. പ്രകൃതിയോടടക്കം മല്ലിട്ടാണ് അതിജീവന പോരാട്ടം കർഷകർ നടത്തുന്നത്. ഇതിനിടയിലാണ് കേന്ദ്ര സർക്കാരിന്റെ കടുംവെട്ട് വന്നിരിക്കുന്നത്. നെല്ലിനും ഗോതമ്പിനും കേന്ദ്ര സർക്കാർ നൽകുന്നത് 23 രൂപ 69 പൈസയാണ്. ഇതിനു പുറമെ കർഷകനെ സഹായിക്കാനായി സംസ്ഥാന സർക്കാർ 6 രൂപ 31 പൈസ പ്രോത്സാഹന ബോണസായി നൽകുന്നുണ്ട്. ഇതുൾപ്പെടെ 30 രൂപയാണ് കർഷകന് കിട്ടുന്നത്. സംസ്ഥാനം നൽകുന്ന ഈ അധിക തുക നിർത്തലാക്കണമെന്നാണ് കേന്ദ്ര എക്സ്പെൻഡിച്ചർ സെക്രട്ടറി സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് അയച്ച കത്തിൽ പറയുന്നത്. ബോണസ് നിർത്തലാക്കാൻ കേന്ദ്രം ഉന്നയിക്കുന്ന വാദങ്ങളാണ് വിചിത്രം. കേന്ദ്രത്തിന് പുറമെ സംസ്ഥാനം കൂടി സഹായം നൽകുന്ന സ്ഥലങ്ങളിൽ നെല്ലിൻ്റെയും ഗോതമ്പിൻ്റെയും ഉൽപ്പാദനം വർദ്ധിച്ചു വരുന്നു. ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. വിളകൾക്ക് കൂടുതൽ വെള്ളം ആവശ്യമായതിനാൽ ഭൂഗർഭ ജലലഭ്യതയും പ്രതികൂലമായി ബാധിക്കുന്നു എന്ന വാദമാണ് കേന്ദ്രത്തിൻ്റേത്. എന്നാൽ ബോണസ് നൽകുന്നത് നിർത്തില്ലെന്ന് കൃഷിമന്ത്രി പി പ്രസാദ്. കേരളം അർഹിക്കുന്ന അവജ്ഞയോടെ അതിനെ തള്ളിക്കളയുന്നു. ഒരു കാരണവശാലും കേന്ദ്രത്തിന്റെ ഈ വാദഗതിയെ കേരളം അംഗീകരിക്കില്ല. ഈ സഹായം തുടരും. കാലാകാലങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണെന്നാണ് ഗവൺമെന്റ് കരുതുന്നത്. നെല്ലുൽപാദനം വർദ്ധിക്കുന്നത് നാടിനാകെ ബാധ്യതയാണെന്ന കേന്ദ്ര നിലപാട് വിചിത്രമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോർപ്പറേറ്റുകളുടെ കോടാനുകോടി രൂപ കടമെഴുതിത്തള്ളാൻ മടിക്കാത്തവരാണ് കേന്ദ്ര സർക്കാർ. ഇവരാണ് നെൽകർഷകന് നൽകുന്ന ബോണസ് വലിയ ബാധ്യതയായി ചിത്രീകരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പ്രസ്താവനയിൽ പറഞ്ഞു. രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷയെ ബാധിക്കുന്ന നടപടിയിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്നോട്ടു പോകണമെന്ന് ഇടതുമുന്നണിയും ആവശ്യപ്പെട്ടു. മീഡിയ 1 തിരുവനന്തപുരം.